നിഴലുകൾ നിറഞ്ഞ വഴി. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് പറക്കാൻ തുടങ്ങിയതേയുണ്ടായിരുന്നുള്ളൂ. മരങ്ങൾ തിങ്ങി നിറഞ്ഞ പാതയിലൂടെ കാർത്തിക് ധൃതിയിൽ നടന്നു. മൊബൈൽ ഫോണിൻ്റെ വെളിച്ചം മാത്രം വഴികാട്ടിയായി. ആഴ്ചകൾക്ക് മുമ്പ് കാണാതായ തൻ്റെ സഹോദരി അഞ്ജലിയെക്കുറിച്ചുള്ള ഒരു തുമ്പും കിട്ടാതെ കാർത്തിക് അലയുകയായിരുന്നു. പോലീസ് അന്വേഷണം എങ്ങും എത്തിയില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കാർത്തികിൻ്റെ പഴയ ഡയറിയിൽ അഞ്ജലി ഒളിപ്പിച്ചു വെച്ച ഒരു കുറിപ്പ് കണ്ടെത്തി. അതിൽ ഒരു തീയതിയും നിഴലുകൾ നിറഞ്ഞ വഴി എന്ന് മാത്രം എഴുതിയിരിക്കുന്നു. ആ കുറിപ്പിലെ തീയതി ഇന്നായിരുന്നു. ആരോ തന്നെ പിന്തുടരുന്നതായി കാർത്തികിന് തോന്നി. ഓരോ കാറ്റിൻ്റെ ഇലയനക്കവും അവനെ ഭയപ്പെടുത്തി. പെട്ടെന്ന് ഒരൊച്ച കേട്ടിട്ട് അവൻ നിന്നു. വഴിയരികിലെ കാടിനുള്ളിൽ എന്തോ അനങ്ങുന്നു. കാർത്തിക് ധൈര്യം സംഭരിച്ച് അങ്ങോട്ട് നടന്നു. അവിടെ ഒരു ചെറിയ മരപ്പെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ അഞ്ജലിയുടെ പേര് കൊത്തിവെച്ചിരുന്നു. നെഞ്ചിടിപ്പോടെ കാർത്തിക് അത് തുറന്നു. അതിനുള്ളിൽ ഒരു പഴയ മൊബൈൽ ഫോണും ഒരു താക്കോലും പിന്നെ ഓർമ്മകൾ മറഞ്ഞിരിക്കുന്നിടത്ത് എന്നെഴുതിയ ഒരു കടലാസം. കാർത്തിക് ഫോൺ ഓൺ ചെയ്തു. അതിലൊരു വീഡിയോ മാത്രം. അത് അഞ്ജലിയുടെ മുഖമായിരുന്നു. അവൾ പരിഭ്രാന്തിയായി എന്തോ പറയുന്നുണ്ട്, പക്ഷേ ശബ്ദം വ്യക്തമല്ല. പെട്ടെന്ന് വീഡിയോ അവസാനിച്ചു. ആ താക്കോൽ എന്തിൻ്റേതാണെന്ന് കാർത്തികിന് ഒരു രൂപമില്ലായിരുന്നു. ഓർമ്മകൾ മറഞ്ഞിരിക്കുന്നിടത്ത് എന്ന വാചകം അവനെ ചിന്തിപ്പിച്ചു. അഞ്ജലിയുടെ പഴയ ഓർമ്മകൾ, അവർ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന സ്ഥലങ്ങൾ. അവനൊരു ഉൾവിളിയുണ്ടായി. അവർ സ്ഥിരമായി കളിച്ചിരുന്ന പഴയ തറവാട്ട് വീട്. വർഷങ്ങളായിട്ട് ആരും താമസിക്കാതെ ആ വീട്ടിലേക്ക് അവൻ ഓടി. വീടിൻ്റെ പിന്നിലുള്ള പഴയ കിണറ്റിൻകരയിൽ അവനെത്തി. അഞ്ജലി കുട്ടിക്കാലത്ത് അവിടെ ചെറിയ കളിപ്പാട്ടങ്ങൾ ഒളിപ്പിച്ചിരുന്ന ഒരു രഹസ്യറ അവിടെ ഉണ്ടായിരുന്നു. ആ താക്കോൽ അതിൻ്റേതാണോ? പ്രതീക്ഷയോടെ അവന് താക്കോൽ കളിപ്പാട്ടപ്പെട്ടിയിലേക്ക് തിരിച്ചു. ചെറിയൊരു ശബ്ദത്തോടെ അത് തുറന്നു. അകത്ത് ഒരു ചെറിയ പെട്ടി. അതിനുള്ളിൽ അഞ്ജലിയുടെ ഒരു കുറിപ്പുണ്ടായിരുന്നു. കാർത്തിക്, എനിക്ക് അപകടം മണക്കുന്നു. ഞാനൊരു സത്യം കണ്ടെത്തിയിരിക്കുന്നു. നീ ഇത് വായിക്കുമ്പോൾ ഞാനൊരു പക്ഷെ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ഞാനെല്ലാം ആ പഴയ ലാപ്ടോപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാരും കാണാത്ത ഒരിടത്ത് വച്ചിട്ടുണ്ട്. എന്നെ കാണാതായ നീ അത് കണ്ടെത്തണം. നിനക്കതറിയാം. ആരും വിശ്വസിക്കരുത്. പ്രത്യേകിച്ച് കുറിപ്പ് അവിടെ അവസാനിച്ചിരിക്കുന്നു. പെട്ടെന്ന് കാർത്തിക് പിന്നിൽ ഒരു നിഴല് കണ്ടു. അവൻ തിരിഞ്ഞു നോക്കി. ആരെന്നറിയാതെ ഭയന്ന് പിന്നോട്ട് മാറി. ആ നിഴല് അവൻ്റെ അടുത്തേക്ക് വന്നു. അത് ആ നിമിഷം കാർത്തികിന് മനസ്സിലായി. താൻ ഇത്രയും നാൾ വിശ്വസിച്ച പലതും വെറും കള്ളമായിരുന്നെന്ന്. ആരാണ് ആ നിഴല്? അഞ്ജലിയെ കണ്ടെത്തിയ സത്യം എന്തായിരുന്നു? കാർത്തികിന് അവരെ കണ്ടെത്താൻ കഴിയുമോ? ആകാംക്ഷ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് കേൾക്കാൻ? എങ്കിൽ ബാക്കി കൂടി കേട്ടോളൂ. പെട്ടെന്ന് കാർത്തികിൻ്റെ പിന്നിൽ ഒരു നിഴല് കണ്ടു. അവൻ തിരിഞ്ഞു നോക്കി. ആരെന്നറിയാതെ ഭയന്ന് പിന്നോട്ട് മാറി. ആ നിഴല് അവൻ്റെ അടുത്തേക്ക് വന്നു. അത് മറ്റാരും ആയിരുന്നില്ല, അവരുടെ അമ്മാവൻ രാമചന്ദ്രനായിരുന്നു. കാർത്തികിന് ആശ്വാസത്തേക്കാൾ കൂടുതൽ ഭയമാണ് തോന്നിയത്. കാരണം രാമചന്ദ്രൻ എന്നും അവരോട് സ്നേഹത്തോടെയും കരുതലോടും കൂടിയാണ് പെരുമാറിയിരുന്നത്. അഞ്ജലിയുടെ കുറിപ്പിൽ ആരെയും വിശ്വസിക്കരുത്, പ്രത്യേകിച്ച് എന്ന വാചകം രാമചന്ദ്രൻ ഉദ്ദേശിച്ചായിരുന്നു. കാർത്തിക്, നീ എന്താ ഇവിടെ ഈ രാത്രിയിൽ? രാമചന്ദ്രൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു പതർച്ചയുണ്ടായിരുന്നു. അഞ്ജലിയുടെ ഡയറിയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. അവൾക്കെന്തോ അപകടം സംഭവിച്ചെന്ന് കാർത്തിക് കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കയ്യിലുള്ള അഞ്ജലിയുടെ കുറിപ്പും തുറന്ന കളിപ്പാട്ടപ്പെട്ടിയും രാമചന്ദ്രൻ കണ്ടു. രാമചന്ദ്രൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റം മിന്നിമറഞ്ഞു. അഞ്ജലി ഒരുപാട് കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കുമായിരുന്നു. നീ അതൊന്നും കാര്യമാക്കണ്ട, അയാൾ പറഞ്ഞു. എന്നാൽ ആ വാക്കുകളിൽ പതിവില്ലാത്തൊരു കാർക്കശ്യം കാർത്തിക് തിരിച്ചറിഞ്ഞു. ഇല്ലമ്മാവ, അവൾ കുറിച്ചത് സത്യമാണ്. അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്, കാർത്തിക് ഉറപ്പിച്ചു പറഞ്ഞു. അവൾ കണ്ടെത്തിയ ഒരു സത്യത്തെക്കുറിച്ച്, പഴയ ലാപ്ടോപ്പിനെ കുറിച്ചും ഇതിലുണ്ട്. രാമചന്ദ്രൻ്റെ കണ്ണുകളിൽ ഒരു തരം ഭയം നെള്ളിച്ചു. ലാപ്ടോപ്പോ? ഏത് ലാപ്ടോപ്പ്?
കാർത്തികിന് സംശയമായി. രാമേന്ദ്രൻ എന്തോ മറയ്ക്കുന്നുണ്ട്. എനിക്കറിയില്ല അമ്മാവ. അവൾ എവിടെയാണ് അത് വെച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് കണ്ടുപിടിച്ചാൽ അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് മനസ്സിലാകും. കാർത്തിക് പറഞ്ഞു. നീ ആ ലാപ്ടോപ്പ് തിരയണ്ട. കാർത്തികിൻ്റെ ശബ്ദം കടുത്തു. അത് അപകടമാണ്. ആ വാക്കുകൾ കേട്ട് കാർത്തിക് ഞെട്ടി. അമ്മാവൻ എന്തിനാണ് അഞ്ജലിയുടെ കാര്യത്തിൽ ഇത്രയും പേടിക്കുന്നത്? അവൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ രാമേന്ദ്രനെ തള്ളിമാറ്റി കിണറ്റിൽ കരയിൽ നിന്നും ഇറങ്ങി ഓടി. പിന്നാലെ രാമേന്ദ്രനും ഓടി. കാർത്തിക് ഓടിക്കയറിയത് അഞ്ജലിയുടെ മുറിയിലേക്കായിരുന്നു. എവിടെയാണ് ആ ലാപ്ടോപ്പ് അഞ്ജലി എപ്പോഴും തൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരിടം. പഴയ ബുക്ക് ഷെൽഫിൻ്റെ പാഴത്തെ തട്ടിൽ നിറം മങ്ങിയ ചില പുസ്തകങ്ങൾക്കിടയിൽ പൊടി പിടിച്ച ഒരു പഴയ ലാപ്ടോപ്പ് അവൻ കണ്ടെത്തി. അവരത് തുറന്നു. പാസ്വേഡ് അഞ്ജലിയുടെ ജനന തീയതിയായിരുന്നു. ലാപ്ടോപ്പ് തുറന്നതും ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ കണ്ടു. സത്യം, അവനത് തുറന്നു. അതിനുള്ളിൽ ചില ഫോട്ടോകളും വീഡിയോകളും ഡോക്യുമെൻറ്റുകളും കമ്പനി രേഖകളും വലിയ തുകയുടെ ഇടപാടുകളും. ഒരു ഫയലിൽ രാമേന്ദ്രൻ്റെ പേരും മറ്റൊരു വലിയ വ്യവസായിയുടെ പേരും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിയമവിരുദ്ധമായ എന്തോ ഇടപാടുകൾ. ഒരു വീഡിയോ ഫയൽ പ്ലേ ചെയ്തു. അഞ്ജലിയായിരുന്നു അത്. അവൾ മുറിയിൽ നിന്നും ഒളിച്ച് ചെയ്യുന്നതായിരുന്നു ആ റെക്കോർഡിംഗ്. ഞാൻ രാമേന്ദ്രൻ അമ്മാവൻ്റെ എല്ലാ തട്ടിപ്പുകളും കണ്ടുപിടിച്ചു. അയാൾ വലിയൊരു സ്വർണ്ണക്കടത്ത് റാക്കറ്റിൻ്റെ ഭാഗമാണ്. അച്ഛൻ്റെ പേരിൽ അയാൾ വ്യാജരേഖകൾ ഉണ്ടാക്കി. അച്ഛൻ നിരപരാധിയാണ്. ഞാൻ ഈ തെളിവുകളെല്ലാം പോലീസിന് കൈമാറും. എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ എല്ലാ ഉത്തരവാദി രാമേന്ദ്രൻ അമ്മാവനാണ്. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം. രാമേന്ദ്രൻ മുറിയിലേക്ക് കയറി വന്നു. അവൻ്റെ കണ്ണുകളിൽ ഭ്രാന്തമായൊരു തിളക്കം. ലാപ്ടോപ്പിലെ വീഡിയോ ഓടുന്നത് അയാൾ കണ്ടു. എല്ലാം അറിഞ്ഞല്ലേ? രാമേന്ദ്രൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പക്ഷെ ആ പുഞ്ചിരി കാർത്തികിൻ്റെ നെഞ്ചിൽ ഭയം നിറച്ചു. ഇത് പുറം ലോകം അറിയരുത്. കാർത്തിക് ലാപ്ടോപ്പുമായി പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ രാമേന്ദ്രൻ അയാളെ പിടിച്ചു നിർത്തി. അവർ തമ്മിൽ മൽപ്പിടുത്തമായി. ലാപ്ടോപ്പ് താഴെ വീണു, ചിതറിത്തെറിച്ചു. രാമേന്ദ്രൻ കാർത്തികിനെ മുറിക്കുള്ളിലാക്കി തള്ളി. വാതിലടച്ചു പൂട്ടി. കാർത്തികിന് ശ്വാസം മുട്ടി. അയാൾ അവനെ വരിഞ്ഞു മുറുക്കി. അഞ്ജലിയെ കൊന്നത് നീയാണോ അമ്മാവ? കാർത്തിക് കിതച്ചുകൊണ്ട് ചോദിച്ചു. രാമേന്ദ്രൻ മറുപടി പറഞ്ഞില്ല. അവൻ്റെ കൈകൾ കാർത്തികിൻ്റെ കഴുത്തിൽ മുറുകി. പെട്ടെന്ന് ഒരു വാതിൽ തകർക്കുന്ന പോലീസുകാർ മുറിയിലേക്ക് ഇരച്ചു കയറി. കാർത്തിക് ശ്വാസം കിട്ടാതെ നിലത്തേക്ക് വീണു. രാമേന്ദ്രൻ അമ്പരന്ന് പോയി. നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? രാമേന്ദ്രൻ പോലീസുകാരോട് ചോദിച്ചു. അഞ്ജലി മിടുക്കിയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ തെളിവുകൾ അവളുടെ ഡയറിയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയുമെന്ന് അവൾക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവൾ ആ പഴയ ഫോണിൽ അവളുടെ സുഹൃത്തിന് ഒരു മെസ്സേജ് അയച്ചത്. നിഴലുകൾ നിറഞ്ഞ വഴിയിലൂടെ കാർത്തിക് വരുമെന്നും തെളിവുകൾ അവിടെയുണ്ടെന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കാർത്തിക് കണ്ണുകൾ തുറന്നു നോക്കി. അഞ്ജലിയുടെ സുഹൃത്ത് അവൻ്റെ അരികിൽ നിറ കണ്ണുകളോടെ നിൽക്കുന്നു. അവൾ എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയിരുന്നു. അഞ്ജലി മരിച്ചിട്ടില്ല. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാർത്തിക് അമ്മാവനെ നോക്കി. അയാളുടെ മുഖത്ത് കുറ്റബോധവും നിസ്സഹായതയും നിറഞ്ഞു. അഞ്ജലി കണ്ടെത്തിയ ഒരു സത്യം രാമേന്ദ്രൻ്റെ ജീവിതം മാറ്റിമറിച്ചിരിക്കുന്നു. കാർത്തിക് മെല്ലെ എഴുന്നേറ്റു. അവനെ തേടിയെത്തിയ ഇരുണ്ട നിഴലുകൾ അവസാനിച്ചിരിക്കുന്നു. ഇനി അഞ്ജലി സുഖം പ്രാപിച്ചെത്തണം. അവരൊന്നിച്ച് പുതിയൊരു ജീവിതം തുടങ്ങണം. സത്യം എപ്പോഴും വിജയിക്കുമെന്ന് കാർത്തിക് ഉറച്ചു വിശ്വസിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കഥകളുമായിട്ട് വീണ്ടും എത്തുന്നവരെ എല്ലാവർക്കും ബൈ.